he was spent a long time in North India and now settled at Nainad. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെക്കാൾ സീനിയറായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ആരുടെയും പേര് പ്രത്യേകം പറയുന്നില്ല. ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കരുതിയത് പണ്ട് ഞാൻ പഠിച്ച കാലത്തുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിനെ എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും കാണാമെന്നാണ്. കാരണം അവരെ പറ്റി എനിക്കും അറിയില്ല, അവർ ഇതിലുണ്ടോ എന്നും അറിയില്ല. എന്നെ ഇവർ പറഞ്ഞ പോലെ ശ്രീ ബാലകൃഷ്ണൻ നമ്പ്യാർ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരുമെന്ന് കരുതി. 1970-72 കാലഘട്ടങ്ങളിൽ പ്രീ ഡിഗ്രി പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മടപ്പള്ളി കോളേജിൽ പ്രീ ഡിഗ്രി മാത്രമേ പഠിച്ചിട്ടുള്ളൂ 1970-72. അതിൻ്റെ മുമ്പേ ഗവൺമെൻറ് ഫിഷറീസ് കോളേജ് GFTHS മടപ്പള്ളിയിൽ നിന്നും 10ാം ക്ലാസ് ജിയിൽ 42 കുട്ടികളുണ്ടായപ്പോൾ അതിൽ 2 പേരെ SSLC പാസ്സായിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അതൊന്ന് ഞാനും മറ്റേതൊരു രാഘവനുമാണ്. ആ രാഘവൻ എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ മക്കൾ എന്നെ തമാശയാക്കും, അച്ഛാ ഇനി പറയണ്ട മറ്റേത് രാഘവൻ. ഏത് സമയം അറിയാതെ പറഞ്ഞു. കാരണം ഓരോരുത്തർക്കും ഒരു ഗമ കിട്ടും, അത് പറയണമല്ലോ. ഇവർ ഇപ്പം 100% പാസ് മറ്റേ പാസ് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ 1978 മടപ്പള്ളി സ്കൂളിൽ വെച്ചിട്ട് ഞാനേ പാസ്സായിട്ടുള്ളൂ. മടപ്പള്ളി സ്കൂളിൽ വെച്ച് 10 ജിയിൽ 10th ജിയിൽ ഞാനും വേറൊരു എന്ന് പറയുമ്പോൾ രാഘവൻ എന്ന് മക്കൾ എന്നെ പറയും. ഭാര്യ പറയും ഇത് കുറേ ആയി. ഞാൻ പറഞ്ഞു അതല്ലാതെ എനിക്കെന്താ ഉള്ളത്. അപ്പം അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ കാര്യമായിട്ടൊന്നും അറിയില്ല, ഇംഗ്ലീഷൊന്നും അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിനും 4th ഗ്രൂപ്പിലാണ് കിട്ടിയത്. കാരണം അന്നത്തെ കാലത്ത് ആ 4th ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പഠിപ്പ് കുറഞ്ഞ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ് 4th ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ 4th ഗ്രൂപ്പ് കിട്ടിയതിൽ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നു. കാരണം അന്നത്തെ 42-ൽ 2 പാസ്സായപ്പോൾ ഒരാൾക്ക് 4th ഗ്രൂപ്പെങ്കിലും മടപ്പള്ളി കോളേജിൽ കിട്ടി. ഇപ്പോഴും ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് പറയും ഞാൻ മടപ്പള്ളി കോളേജിൽ പഠിച്ചിരുന്നു എന്നുള്ളത്. അന്നാരും മടപ്പള്ളി കോളേജിൽ പഠിച്ച എല്ലാം മേഴ്സി കോളേജും ശ്രീജ്യോതിയും മറ്റേതും മറിച്ചത് അവിടെയൊക്കെയാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ പഠിച്ചു. കാര്യമായിട്ടൊന്നും പറയാനുള്ള ഒരു രസകരമായിട്ടുള്ള പല സംഗതികളുണ്ട്. അന്ന് പഠിക്കുമ്പോൾ എൻ്റെ മലയാളം മാഷ് ഗോപാലൻ മാഷായിരുന്നു. ഞാൻ മലയാളം അപ്പം ഗോപാലൻ മാഷ് പഠിപ്പിച്ചപ്പോൾ നോൺ ഡീറ്റെയിൽ മലയാളത്തിലുണ്ട് ലങ്കാദഹനം എന്നുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലങ്കാദഹനം എന്നുള്ള ഭാഗമുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊല്ലം കർക്കിടക മാസം കൂടുമ്പോൾ രാമായണം ഒന്ന് വായിക്കും. ഈ രാമായണം വായിക്കുമ്പോൾ രാമായണത്തിൽ ലങ്കാദഹനം വരും. ലങ്കാദഹനം എന്ന് പറഞ്ഞാൽ കടിച്ചാൽ പൊട്ടാത്ത ഇതാണ്, സംസ്കൃതവും മലയാളവും കൂടിയിട്ടാണ്. പക്ഷേ അത് വായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത് ഫുള്ളായിട്ട് എനിക്ക് ബൈഹാർട്ടാണ്. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്ക് വാൽ മേൽശൗര്യമാകുന്നു എന്നും പറഞ്ഞ് തുടങ്ങും. ഒരു 10-30-40 മറ്റോ ലൈനുണ്ട് അതിൽ. അത് മുഴുവൻ ബൈഹാർട്ടാണ്. ഈ കേൾക്കുന്നവർ വിചാരിക്കും ഇയാൾ രാമായണം മുഴുവൻ കലക്കി കുടിച്ചിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ സംഗതി എന്താ വെച്ചാൽ അന്ന് ബൈഹാർട്ടായിട്ട് മലയാളം നോൺ ഡീറ്റെയിൽ പഠിക്കേണ്ടി വന്നതും കുട്ടിക്കാലത്ത് പഠിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് കൊണ്ട് പഠിച്ചു പോയതാണ്. അല്ലാതെ അതിൽ വേറെ എനിക്കത്ര ബുദ്ധിയൊന്നുമില്ല. പിന്നെ ഇത് കഴിഞ്ഞു 17 വയസ്സിൽ ഇവിടുന്ന് വിട്ടുനിന്ന് പോയി എന്തൊക്കെയോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ 19-20 വയസ്സാകുമ്പം നാട് വിട്ടു ഉത്തർപ്രദേശ് UPയിലേക്ക് പോയി. അന്നൊരു സുദർശൻ ചിറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു. സുദർശൻ ചിറ്റ് ഫണ്ടിൽ എൻ്റെ ജ്യേഷ്ഠൻ അതിലായിരുന്നു. അപ്പോൾ സുദർശൻ ചിറ്റ് ഫണ്ടിൽ ഉത്തർപ്രദേശ് ലക്നൌവിൽ ജോലി ചെയ്തു. ലക്നൌവിൽ 3-3.5 കൊല്ലം ലക്നൌവിൽ ജോലി ചെയ്തപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അവിടത്തേക്ക് ക്ഷണിച്ചു. അവിടുന്ന് നാഷണൽ ടെക്സ്റ്റൈൽ അവിടെ ഒരു പ്രൈവറ്റിൽ ജോലി ചെയ്തു. അതിൻ്റെ ശേഷം നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അതിലേക്ക് പത്രത്തിൽ അഡ്വർടൈസ്മെൻറ്റ് വന്നു, സ്റ്റെനോഗ്രാഫർ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കൊടുത്തു. വടകര ഇവിടുന്ന് പോയതിന് ശേഷം വടകര ശോഭ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റെനോഗ്രാഫി 2 കൊല്ലം ചെയ്തിരുന്നു, ഷോർട്ട് ആൻഡ് സ്റ്റെനോഗ്രാഫി. അതെല്ലാം പഠിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ആ കാരണം കൊണ്ട് ഇതിൽ ജോലി കിട്ടി. പിന്നെ അങ്ങനെ 10-30 കൊല്ലം 29 കൊല്ലം ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യയിലെ 8ാമത്തെ തവണയും ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റിയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന കോഴിക്കോട് 125ാം സ്ഥാനമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇൻഡോർ എത്ര ഉണ്ടാവും എന്നുള്ളത്. ഏറ്റവും വൃത്തിയുള്ള സ്ഥലവും ഏറ്റവും നല്ല സ്ഥലമാണ്. അതിന് ശേഷം ലാസ്റ്റ് 3 കൊല്ലം 2.5-3 വർഷം ഡൽഹിയിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ 2011 നവംബർ 30-ാം തീയതി ഡൽഹിയിൽ നിന്ന് റിട്ടയറായി. 2012 അപ്പോൾ ഇൻഡോർ തന്നെയാണ് എൻ്റെ ഭാര്യയും
2 പെൺകുട്ടികളാണുള്ളത്. കുട്ടികളും ജനിച്ചതും വളർന്നതും പഠിച്ചതും ഇൻഡോറിലായിരുന്നു. ഇപ്പം 2 പേരും പെൺകുട്ടികളെല്ലാം ബാംഗ്ലൂരിലാണുള്ളത്. അവർക്കും ജോലിയുണ്ട്, അവരുടെ ഹസ്ബൻഡ്സിനും ജോലിയുണ്ട്. ഞാനും വൈഫും ഇവിടെ നാട്ടിലുണ്ട്. അതിലിടയ്ക്ക് ഇപ്പം വന്നതിന് ശേഷം ഞാൻ കരുതി ഒരു ദിവസം ഒരു പത്രത്തിൽ വന്നതെന്ന് വെച്ചാൽ 2012 എടുത്തിയപ്പോൾ 2014 15 മറ്റോ പത്രത്തിലൊരു ഇത് കണ്ടു. മടപ്പള്ളി കോളേജിലെ സമാന മനസ്കരായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനം, ഒരു സമ്മേളനം, ഒരു മീറ്റിംഗ് ഗ്രീഫി ഓഡിറ്റോറിയത്തിൻ്റെ മേലെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വലിയ ആവേശമായി. വാ, ഒരു 10-40 കൊല്ലത്ത് 45 കൊല്ലത്തിന് ശേഷം 40 കൊല്ലത്തിന് ശേഷം എനിക്കൊരു ചാൻസ് കിട്ടുന്നതാണ്, പോവായത്. അപ്പോൾ അതിലൊരു നമ്പർ ഉണ്ടായിരുന്നു, ഫോൺ നമ്പർ വിളിച്ച് ഞാൻ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പം ഓർക്കാട്ടേരിയുള്ളൊരു പപ്പനാണ് എടുക്കുന്നത്, പത്മനാഭൻ. എൻ്റെ കൂടെ ഇവിടെ പഠിച്ച ആളാണ്. എന്നോട് രാധാകൃഷ്ണൻ, ഇത് ഞാൻ പത്മനാണ്, എനിക്ക് ആകെ അറിയുന്ന ആ പപ്പന മാത്രമേ, കാരണം കുറച്ച് നീളമൊക്കെ ഉണ്ട്, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഇതാണ്. ഞാനാണ്, നീ എന്തായാലും വരണം, നമുക്ക് പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഗ്രീഫി ഓഡിയത്ത് പോകുമ്പോൾ ഒരു 10-100 പേര് ഇരിക്കുന്നുണ്ട്. ഞാനും എത്തി. അപ്പം ഞാൻ കരുതി ഇതുപോലെ തന്നെ നമ്മളെ ഇൻട്രൊഡക്ഷനൊക്കെ ആയിരിക്കും, ആദ്യം ഇൻട്രൊഡക്ഷനെ ആയിരിക്കും, പിന്നെ ഓരോരുത്തരെ പറ്റിയിട്ടുള്ള പറയുമെന്നൊക്കെ കരുതി. അവിടെ ചെന്നപ്പോൾ ഫുള്ളായിട്ട് രാഷ്ട്രീയമാണ് പറയുന്നത്. അവരങ്ങനെ കാലുമാറി, ഇവരിങ്ങനെ കാലുമാറി, മറ്റേത് കാലുമാറി, വേറെ ഒന്നുമില്ല, ഒരു വസ്തുവും പറയുന്നില്ല. അപ്പോൾ അതിൽ ഇയാൾ ആസിഫ് അലിയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടർ ആസിഫ് അലി, അദ്ദേഹം ഉണ്ട്. എനിക്കിതൊന്നും മനസ്സിലായി, എനിക്ക് രാഷ്ട്രീയമൊന്നും അന്നേരം ഇത് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല, മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കുറേ ഇങ്ങനെ ക്ഷമിച്ചു. അപ്പോൾ ക്ഷമിച്ചപ്പോൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഇതുപോലെ തന്നെ വിളിച്ചു, ആരൊക്കെങ്കിലും ആശംസ പറയണമെങ്കിൽ പറഞ്ഞു എന്ന് പറയും. പക്ഷേ എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വന്നത്, പക്ഷേ ഇതൊരു രാഷ്ട്രീയ വേദിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അറിയില്ലായിരുന്നു. ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും അറിയുന്നത് ഞാൻ വരികയില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ പരിചയപ്പെടാനോ എന്തെങ്കിലും ഒരു അവസരം തന്നോ, ഇതൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് തോന്നി, ഇതാരാണ് ഈ മാന്യൻ, ഇത്രയും ഈ പ്രോസിക്യൂട്ടറൊക്കെ ഇരിക്കുന്ന സമയത്ത്, ആസിഫ് അലിക്ക് ഇരിക്കുന്ന സമയത്ത് ഇത്രയും വർത്താനം. അപ്പോൾ എന്നെ പരിചയം അതും വെച്ചിട്ട് ഞാനിങ്ങോട്ട്, ഒരാൾ പറഞ്ഞു, നിനക്കറിയല്ലടോ ഇത് മറ്റേ പാർട്ടീൻ്റെയാണ്. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ സമാന മനസ്കർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാമോ ഏതാ മനസ്സ്, ഞാനും ശുദ്ധമായ മനസ്സുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പോയതാണ്, ആ വ്യക്തിയിലാണ് ഞാൻ പോയത്. അപ്പോൾ ഏതായാലും ഇത് ആ വിധത്തിലല്ല, എല്ലാവരും കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ എന്നെ ക്ഷണിച്ച എല്ലാവരെയും, പിന്നെ ഇതിൻ്റെ ഭാരവാഹികളോടും, ഇവിടെ ഇരിക്കുന്ന പഴയ പ്രിൻസിപ്പൽമാരും എല്ലാവരും ഉണ്ട്, എല്ലാവരുടെയും സന്തോഷം. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോട് കൂടിയിട്ട് ഒന്നും കൂടി ആശംസകൾ അറിയിക്കുന്നതിൻ്റെ ഇതിനുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ, പ്ലീസ്.